നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച 2 മണിക്ക്. ചർച്ചയോട് സഹകരിക്കുമെന്ന് പ്രതിപക്ഷം. CJP സമരത്തിലെ പെല്ലറ്റ് ഗൺ പ്രയോഗം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ വീണ്ടും വിമർശനവുമായി സുപ്രീംകോടതി. പോലീസിന് നേരെ ആക്രമണം നടന്നു. നിയമലംഘനങ്ങളിൽ നടപടിയുണ്ടാകുമെന്നും സ്വതന്ത്ര അന്വേഷണം വേണമെന്നും സുപ്രീംകോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നടപടി കൊല്ലം വിജിലൻസ് കോടതിയുടേത്. താൻ നിരപരാധിയെന്ന് ആവർത്തിച്ച് PS പ്രശാന്ത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് നൽകാതിരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി. സംസ്ഥാനത്ത് 200 മെഗാവാട്ട് സൗരോർജ്ജം വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 400 മുതൽ 500 മെഗാവാട്ട് വരെ ഇന്ന് വർദ്ധിക്കാൻ സാധ്യത. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം വെള്ളിയാഴ്ച. BJPക്ക് നിർണായകം. കൗൺസിലർ R സുഗതന്റെ കാര്യത്തിൽ ആകാംക്ഷ. സുഗതന്റെ അയോഗ്യത മറികടക്കാൻ നിയമ പോരാട്ടവുമായി BJP. ഗുരുവായൂർ ദേവസ്വത്തിന് വീണ്ടും ഹൈക്കോടതി വിമർശനം. കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് വിഭാഗത്തിന് നൽകാതിരുന്നത് എന്തുകൊണ്ടെന്ന് കോടതി. പാസ്വേഡ് ചോദിച്ചപ്പോൾ ദേവസ്വം ചെയർമാൻ ഓഡിറ്റ് വിഭാഗത്തിനെതിരെ പോലീസിൽ കേസ് കൊടുത്തെന്നും ഓഡിറ്റർമാർ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി പോലീസ്. കൂടുതൽ പേർ സംഘത്തിലുണ്ടെന്ന് പോലീസ്. സംഘത്തിലെ മുഖ്യപ്രതിയായ അഹമ്മദാബാദ് സ്വദേശി പാർത്ഥനെ പിടികൂടി. മറ്റൊരു പ്രതിയായ ആകാശ് സിംഗ് ചൌധരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. PSC പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് വൈകും. വിശദമായ അന്വേഷണത്തിന് വിജിലൻസിന് PSC കൂടുതൽ സമയം അനുവദിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ഉന്നത തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. സമഗ്രമായ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന് ആഭ്യന്തര വിജിലൻസ്. കോട്ടയത്ത് നവജാത ശിശുക്കളെ കടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുവെന്ന് പരാതി. ഈരാറ്റുപേട്ട തീക്കോയി കേന്ദ്രീകരിച്ച് സംഘം പ്രവർത്തിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഗർഭിണികളെ എത്തിച്ച് പ്രസവശേഷം കുഞ്ഞുങ്ങളെ മറിച്ചു വിൽക്കുന്നതായും ആരോപണം. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യ മെഡൽ വേട്ട തുടരുന്നു. പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവിന് വെള്ളി മെഡൽ. നീന്തലിൽ 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ സജൻ പ്രകാശ് എന്നിറങ്ങും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.